ഹൈലൈറ്റ്സ്. ഇത്തവണ ബജറ്റിൽ എന്തൊക്കെ? സമ്പൂർണ്ണ ബജറ്റിൽ ഉറ്റുനോക്കി രാജ്യം. മൂന്നാം NDA സർക്കാരിന് ആദ്യ ബജറ്റ്. അടുത്ത മാസം അവസാനത്തോടെ അവതരിപ്പിച്ചേക്കുമെന്ന് കരുതുന്ന കേന്ദ്ര ബജറ്റ് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ രാജ്യം. മൂന്നാം മോദി സർക്കാരിന് ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നവരും ഒട്ടേറെ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വരാനിരിക്കുന്ന പ്രഖ്യാപനത്തിന് മുന്നോടിയായി വ്യവസായങ്ങൾ, കർഷക സമൂഹങ്ങൾ, നികുതിദായകർ, ഇടത്തരം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രതീക്ഷ വർദ്ധിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ സമ്പൂർണ്ണ ബജറ്റിനായി ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ രാജ്യം. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 22 ആരംഭിക്കും. ഇതോട് അനുബന്ധിച്ച് ബജറ്റ് അവതരണം ഉണ്ടായേക്കും. മോദി 3.0 ബജറ്റ് 2024 പ്രതീക്ഷകൾ. മോദി 3.0യുടെ ഉദയത്തോടെ ജൂലൈയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന 2024 വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലേക്ക് എല്ലാ കണ്ണുകളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. വ്യവസായങ്ങൾ, കർഷകർ, നികുതിദായകർ, മധ്യവർഗം എന്നിവരിൽ ഒരുപോലെ പ്രതീക്ഷകൾ ഉയർന്നതാണ്. അവർ ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്നുള്ള സാധ്യതകളും നികുതി ഇളവുകളും പ്രതീക്ഷിക്കുന്നു. മോദി 3.0യുടെ ആദ്യ ബജറ്റിൽ ഫർണിച്ചർ, കളിപ്പാട്ടങ്ങൾ, പാദരക്ഷകൾ, തുണി വ്യവസായത്തിന്റെ മറ്റ് വിഭാഗങ്ങൾ എന്നിവയിലേക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി വ്യാപിപ്പിച്ച് തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് MSMEകൾക്ക് മുൻഗണന നൽകുകയും സ്ത്രീകളുടെ വരുമാനം ഉയർത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തേക്കാം. ജൂൺ 18 റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ജൂൺ 20 മുതൽ വ്യവസായ ഗ്രൂപ്പുകളുമായി ധനമന്ത്രി സീതാരാമൻ പ്രീ ബജറ്റ് കൂടിയാലോചനകൾ ആരംഭിച്ചു. വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും സഖ്യത്തിന്റെ പ്രതിബദ്ധതകൾക്കുമിടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാനാണ് മോദി 3.0ന് കീഴിൽ വരാനിരിക്കുന്ന ബജറ്റ് ലക്ഷ്യമിടുന്നത്. 2024 ബജറ്റ് നികുതി ഇളവ് നൽകുമോ? 2024 ബജറ്റ് ഉപഭോഗം ഉത്തേജിപ്പിക്കുന്നതിനായി താഴ്ന്ന വരുമാന വിഭാഗങ്ങൾക്കുള്ള നികുതി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ആദായ നികുതി ഘടന പരിഷ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലൈയിൽ വരാനിരിക്കുന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ ക്ഷേമ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നികുതിയിളവുകൾക്ക് സർക്കാർ മുൻഗണന നൽകിയേക്കാം. ബജറ്റ് 2024 ഹരിതശക്തിയിലേക്ക്. മോഡി 3.0 ഭരണകൂടം നവീകരിക്കാവുന്ന ഊർജ്ജ സംയോജനത്തിന്റെ സുസ്ഥിരതയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് വൻതോതിലുള്ള ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനങ്ങളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2020 സാമ്പത്തിക വർഷത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജശേഷി 72 ജിഗാവാട്ട് ആയിരുന്നു. 2022 35% വർദ്ധിച്ച് 97 ജിഗാവാട്ട് ആയി. ഇപ്പോൾ 24 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ശേഷി 130 ജിഗാവാട്ട് ആണ്. പ്രധാനമന്ത്രിയുടെ മേൽക്കൂര സോളാർ യോജന 1 കോടി വീടുകളിൽ സോളാർ റൂഫ്ടോപ്പ് എത്തിക്കുന്നതിന് 75,000 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. PM സൂര്യഘർ എന്ന ഓൺലൈൻ പോർട്ടലിന്റെ സമാരംഭം അംഗീകാരവും നടപ്പാക്കലും എളുപ്പമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൺക്ലൂഷൻ. രാജ്യത്തെ വളർച്ച ത്വരിതഗതിയിലാക്കാനും പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനുമുള്ള നടപടികൾ ബജറ്റിൽ പ്രതീക്ഷിക്കാം. സമീപഭാവിയിൽ ഇന്ത്യയെ $5 ലക്ഷം കോടി സമ്പദ്വ്യവസ്ഥയാക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. ബജറ്റിലെ പ്രധാന മുൻഗണനകളിൽ കാർഷിക മേഖല, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നാണ് സൂചന. Thank you.